യൂക്ലിഡിയൻ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫിസിക്സ് ടെക്സ്റ്റിനകത്ത് രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് നമുക്കറിയാം ഗ്രാഫ് എന്നുള്ളൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. പൊതുവെ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുള്ള ഒരു ഭാഗമാണ് ഗ്രാഫ്. അതിനാദ്യം വേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി ഗ്രാഫ് വരയ്ക്കാൻ അറിയണം. ഗ്രാഫ് എവിടെ തുടങ്ങുന്നു, അതെന്താ മീൻ ചെയ്യുന്നത്, അതിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാലേ അതിനകത്തുള്ള അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക? അത് നോർമലി നമുക്ക് ഗ്രാഫ് പേപ്പർ ഉണ്ടായിട്ടും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയി ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത് മനസ്സിലാവും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രാഫ് തന്ന് അതുമായി ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് കാർ എ ആൻഡ് കാർ ബി ഈസ് ഷോൺ ബിലോ. അനലൈസ് ദ ഗ്രാഫ് അറ്റ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്നത് ഇതാണ്. നമുക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഗ്രാഫിൻ്റെ കോർഡിനേറ്റ്സിൽ ഏതാ തന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. നമുക്കറിയാം നമ്മൾ നോർമലി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണ്? ഒന്ന്, വെലോസിറ്റി ടൈം ഗ്രാഫ്. അതേപോലെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? പൊസിഷൻ ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്, ഇങ്ങനെ പല തരത്തിലുമുള്ള ഗ്രാഫുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആക്സിസ് ആണ് എന്ത്? വൈ ആക്സിസ്. ആൻഡ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആക്സിസ് ആണ് എന്ത്? നമ്മളുടെ എക്സ് ആക്സിസ്. ഓൾവേസ് നമ്മൾ ഈ എക്സ് ആക്സിസ്, എക്സ് അക്ഷത്തിനകത്തെ നമ്മൾ എല്ലായ്പ്പോഴും എന്ത് കൊടുക്കുകയുള്ളൂ? സമയം അഥവാ ടൈം കൊടുക്കുകയുള്ളൂ. ഇനി നമ്മളുടെ ഈ വൈ ആക്സിസിലാണ് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ്, അതായത് എന്താണ്, പ്രവേഗ സമയ ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ അവിടെ പ്രവേഗം. ഇനി സ്ഥാനസമയ ഗ്രാഫ് അഥവാ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ വൈയിനകത്ത് പൊസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടൈം എല്ലായ്പ്പോഴും എക്സിൽ 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 തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വൈക്കകത്ത് എന്തുവാ? വൈയിലുള്ള സാധനമാണ് എന്ത്? പൊസിഷൻ ടൈം ഗ്രാഫിൽ പൊസിഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ വെലോസിറ്റി. ഇനിയിപ്പോൾ സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അവിടെ ആര് കയറിയിരിക്കും? സ്പീഡ്. അപ്പോൾ നമ്മളുടെ ഓരോ കോർഡിനേറ്റ്സിനകത്തും ഈ വരച്ച് വെക്കുന്ന സാധനത്തിൻ്റെ പേരാണ് കോർഡിനേറ്റ്. അപ്പോൾ അങ്ങനെ കോർഡിനേറ്റിനകത്ത് നമ്മൾ കൊടുക്കുന്ന ആ പേരിനനുസരിച്ചാണ് നമ്മളുടെ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആവുന്നതും പൊസിഷൻ ടൈം ഗ്രാഫ് ആവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. തന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് ആദ്യം സൂക്ഷിച്ചു നോക്കണം. കാരണം ഇവിടെ വെലോസിറ്റി ആണ് തരുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ഗ്രാഫിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് ഒന്ന് കിട്ടുക. കാരണം ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ ഒരു ഗ്രാഫാണെന്നിരിക്കട്ടെ. ഈ ഗ്രാഫ് എന്തായിരിക്കും? നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളുടെ പ്രവേഗത്തിലുണ്ടാവുന്ന മാറ്റം. എന്തിൽ? ഒരു യൂണിറ്റ് സമയത്തിൽ പ്രവേഗത്തിനുണ്ടാവുന്ന അല്ലെങ്കിൽ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് നമ്മൾ വിളിച്ച പേരാണെന്ത്? ത്വരണം അഥവാ ആക്സിലറേഷൻ. ആക്സിലറേഷൻ. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് കൂടിയ വരുന്നത് നോക്കിയാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫ് എന്തിൻ്റെതായിരിക്കും? യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫായിരിക്കും. നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അന്ത്യപ്രവേഗം കുറയ്ക്കണം ആദ്യ പ്രവേഗം ബൈ സമയം. അതാണ് ശരിക്കും എന്ത്? നമ്മളൊക്കെ ഈ പറയുന്ന ത്വരണം അഥവാ ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതാണ്, ഇവിടെയുള്ള ഈ ഒരു ഗ്രാഫ് യൂണിഫോം ആക്സിലറേഷനെ റെപ്രസെൻ്റ് ചെയ്യാണ്.
കാരണം ഇവിടെ നമുക്കുള്ള കോർഡിനേറ്റിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് വെലോസിറ്റി അഥവാ പ്രവേഗത്തിനെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ. ഇനി ഇവിടെ നോക്കിക്കോ, ഇങ്ങനെ നമ്മളൊരു ഗ്രാഫ് വരച്ചു. ഇവിടെ ഇതാ ഇങ്ങനെയുള്ളത്, ഈ സൈഡിലുള്ളത് വെലോസിറ്റിയാണ്, വെലോസിറ്റി. ഇവിടെയുള്ളത് ടൈമാണ്. ഇവിടെയുള്ള ഗ്രാഫ് ഇത് യൂണിഫോം ആക്സിലറേഷൻ എന്ന് എനിക്ക് വിളിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ നോക്കിക്കോ, ഈ ആക്സിസ് വെറുതെ ഉള്ള ആക്സിസ് അല്ല, ഇതിൻ്റെ ഇങ്ങനെ 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 നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് 1 2 3 4 5 ഇത് ഞാനിപ്പോൾ 1 2 3 4 5 എന്ന് എടുത്തതാണ്. നമുക്ക് ഏത് വാല്യൂസ് എടുത്തുകൊണ്ടും ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ താഴെ ടൈമും ഉണ്ട്. 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇങ്ങനെ ഓരോ കോർഡിനേറ്റ്സിലും എന്തുണ്ട്, വാല്യൂസ് ഉണ്ട് നമുക്കറിയാം. നോക്കിയോ, ഒന്നാമത്തെ സെക്കൻഡിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി എത്രയാണ്? ഏകദേശം 4.78 എന്നുള്ള റേഞ്ചിലേക്കാണുള്ളത്. ഇനി നോക്കിയോ, നമ്മളുടെ ഈ ഒരു രണ്ടാമത്തെ സെക്കൻഡിലുള്ളത് ഏകദേശം നോക്കുമ്പോൾ ഒരു 3.5 ഒക്കെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നത് എത്രയാ? ഒരു 4.5. നമ്മൾ അപ്രോക്സിമേറ്റ്ലി പറയുകയാണ്, ഒരു 4.5 ഉണ്ട്. അടുത്തത് എന്ത് ചെയ്തിട്ടുണ്ട്? 3.5 ആയി. എന്ന് വെച്ചാൽ അത് കൂടുകയാണോ? അല്ല, കുറയാണ്. അപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെയുള്ള ആ ഒരു വെലോസിറ്റിയുടെ ചേഞ്ച് കുറയാണ് ചെയ്യുന്നത്, സമയത്തിനനുസരിച്ച് കുറയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ സെക്കൻഡിൽ നോക്കാം. മൂന്നാമത്തെ സെക്കൻഡിൽ നോക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയി നമ്മൾ ഇങ്ങനെ 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 വരച്ചിട്ടാണ് നോക്കുക. ഒരു സംശയവും ഇല്ല, 2.5 ആണ്, വീണ്ടും കുറയാണ്. സോ ദ തിങ് ഈസ് ദിസ്, 4.5 ആയിരുന്നു, അത് 3.5 ആയിട്ടുണ്ട്, അത് പിന്നെ എന്തായിട്ട് മാറി? 2.5 ആയി. സോ നമ്മൾ ബാക്കി പോയിന്റ്സ് നോക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളുടെ ഈ ഗ്രാഫ് ഇപ്പോൾ താഴേക്ക് ഇങ്ങനെയാണുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതിൻ്റെ വാല്യൂ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞാണ് വരുന്നത്. ദ തിങ് ഈസ് ദിസ് ആൻഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്കാണെങ്കിൽ അവിടെ എന്താ? ആക്സിലറേഷൻ ആണ്. ആ ഒരു ചേഞ്ച് യൂണിഫോം ആണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ. ഇനി ഇങ്ങനെ താഴേക്കാണ്, കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നതെങ്കിൽ അവന് നമ്മളൊരു പേര് വിളിക്കും, അതാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ. ആക്സിലറേഷൻ അത് കൂടുന്നു, കുറയുന്നവനെ നമ്മൾ ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. അതിന് നമ്മൾ എന്താ പറയുക? മന്ദീകരണം. നമ്മൾ കഴിക്കുന്ന മന്തിയൊക്കെ ഇല്ലേ, അപ്പോൾ അതിനെ ഓർത്ത് വെച്ചാൽ മതി, മന്ദീകരണം. സോ നമുക്ക് ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ, താഴേക്കാണെങ്കിൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം. അപ്പം നമ്മൾ യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫ് പഠിച്ചു, റിട്ടാർഡേഷൻ്റെ ഗ്രാഫ് പഠിച്ചു. അപ്പം നമുക്ക് മനസ്സിലായി ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഗ്രാഫ് എങ്ങനെയെങ്കിലും ഇങ്ങനെ തന്നെ വരാവുന്നൊന്നുമില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും നോക്കിയോ, നമുക്ക് 2 കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പം ആദ്യം ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നേരം ആക്സിലറേഷൻ ആയിരിക്കും, ഇങ്ങനെ കൂടും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ താഴേക്ക് പോകും, റിട്ടാർഡേഷൻ സംഭവിക്കും. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഗ്രാഫിനകത്ത് ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഞാൻ വരച്ചതിലൊരു സ്ട്രെയിറ്റ് ലൈൻ കാണാനുണ്ട്. ഇതാ സ്ട്രെയിറ്റ് ലൈൻ അവിടെ, ഇതാ ഈ ഒരു ഏരിയയിൽ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. എന്താ ഈ സ്ട്രെയിറ്റ് ലൈൻ, എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? നോക്കിയോ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയി കുറേ വാല്യൂസ് ഉണ്ട്. ഇവിടെ വാല്യൂ ഉണ്ട്, ഇവിടെ വാല്യൂ ഉണ്ട്, ഇവിടെ വാല്യൂ ഉണ്ട്, ഇവിടെ വാല്യൂ ഉണ്ട്, ഇവിടെ വാല്യൂ ഉണ്ട്. അപ്പോൾ 1 2 3 4 5 ഞാൻ അങ്ങനെ കൊടുത്തു. സോ ഇത് ഓരോ സെക്കൻഡിലും അവന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താ? ഇതാ നോക്കിയോ, 1 2 3 4 5 6 7. അപ്പോൾ ഒരു മൂന്നാമത്തെ സെക്കൻഡിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ് വെലോസിറ്റി. മീറ്റർ പെർ സെക്കൻഡ്. നമുക്കറിയാം വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഇതാണ്, നമ്മളുടെ ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ ആദ്യം 0 ആണ്, അല്ലെങ്കിൽ O, അതിൻ്റെ ഒറിജിനെ O എന്ന് നമുക്ക് വിളിക്കാം. ആ പോയിന്റിൽ നിന്നും ഇത് A എത്തുന്നത് വരെ ഇതിൻ്റെ സ്റ്റേറ്റ് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഇങ്ങനെ കൂടിയാണ് വരുന്നത്. നോക്കിയാൽ തന്നെ അറിയാം നമ്മളുടെ കാർ ഒരു കയറ്റം ഇങ്ങനെ കയറി എന്ന് പറഞ്ഞ് പോവാണ്. അങ്ങനെ കയറി പോകുന്ന ഈ കയറ്റമാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതാണ് ആക്സിലറേഷൻ അഥവാ ത്വരണം. ഓക്കെ, ഇനി ആ എയിൽ നിന്നും ബി വരെ എത്തുകയാണ്. സ്ട്രെയിറ്റ് ആണ്,
നേരെയാണ്. എന്താ ഗ്രാഫിനകത്തുള്ള വാല്യൂസ് നോക്കിയാൽ അറിയാം. മൂന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്, നാലാമത്തതിൻ്റെത് 5 മീറ്റർ പെർ സെക്കൻഡ്, അഞ്ചാമത്തത് 5 മീറ്റർ പെർ സെക്കൻഡ്, ആറാമത്തത് 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെയും 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നിങ്ങളിതൊന്നും ആലോചിച്ച് തല പോയിക്കേണ്ട. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, ഗ്രാഫിനകത്ത് ഈ ഒരു ലൈൻ എപ്പോഴാണോ സ്ട്രെയിറ്റ് ആവുന്നത്, വി ആർ കൺസിഡറിങ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിനകത്ത് എപ്പോഴാണോ നേരെ വരുന്നത് അവിടെ എന്താണ്? എല്ലാ സമയത്തും വെലോസിറ്റി എന്താ? 5 തന്നെയാണ്. നമുക്കറിയാം ത്വരണം അഥവാ ആക്സിലറേഷൻ ഇക്വേഷൻ A is equal to v minus u by t ആണ്. v minus u by t. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ എന്ത് ചെയ്യാണ്? v മൈനസ് യു കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിച്ചു. 5 ആണ്, അടുത്തതും 5 ആണ്. രണ്ടും കൂടെ കുറച്ച് എന്ത് കിട്ടി? 0. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 0. മുകളിൽ 0 ആയി. ഇനി ബാക്കി ടൈമിൻ്റെ കാര്യമൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് പറയുന്ന പോയിന്റ്. ഇതാണ് നമ്മളുടെ ഗ്രാഫിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ ആവുന്ന സമയത്ത് അവിടെ എന്താ? വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, വെലോസിറ്റി ഉണ്ട്. പക്ഷെ ആരില്ല? ആക്സിലറേഷൻ ഇല്ല. വെലോസിറ്റിക്ക് എപ്പോൾ ചേഞ്ച് വരുന്നു അവിടെ മാത്രമേ ആരുണ്ടാവുള്ളൂ? ആക്സിലറേഷൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഇടങ്ങളിലൊന്നും നമ്മളുടെ ആക്സിലറേഷൻ ഉണ്ടാവില്ല. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റി പ്രവേഗത്തിലുണ്ടാവുന്ന മാറ്റമാണ് ആര്? ത്വരണം. അപ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ് ഇതാണ്. ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അവിടെ എന്താ? വെലോസിറ്റി ഉണ്ട്, പക്ഷേ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ 0 ആണ്. അപ്പം നമ്മളുടെ ഈ ഒരു ഗ്രാഫിനകത്ത് ഇവിടെ എന്താ? ആക്സിലറേഷൻ ഇല്ല, ആക്സിലറേഷൻ 0 ആണ്. പക്ഷേ വെലോസിറ്റി ഉണ്ടല്ലോ, വെലോസിറ്റി സെയിം അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? യൂണിഫോം വെലോസിറ്റി. ഈ യൂണിഫോം എന്ന് കാണുന്നിടത്തൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരേപോലെ യൂണിഫോം. നമ്മൾ ക്ലാസ്സിലൊക്കെ യൂണിഫോം ഇട്ടല്ലേ ഇരിക്കുന്നത്. അതെന്താണ്? വെറും യൂണിഫോം എന്ന് നമ്മൾ പറയുന്നതാണ്. അത് യൂണിഫോം ഡ്രസ്സാണ്. യൂണിഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറൻസും ഇല്ല, എല്ലാവരും ഒരേപോലെയുള്ള സാധനം ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശം. അതേപോലെ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി എല്ലായിടത്തും തുല്യമാണ്. അതാണ് ആ ഒരു പോയിന്റ്. അപ്പം നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? നമ്മൾ ഈ ഒരു AB കഴിഞ്ഞ് ഇനി B to C കൺസിഡർ ചെയ്തോളൂ. എന്താണ്? നമുക്കറിയാം നമ്മളുടെ കാർ ഇങ്ങനെ ഡ്രെന്ന് പറഞ്ഞ് പോയി Oയിൽ നിന്നും Aയിലെത്തി, Aയിൽ നിന്നും Bയിലെത്തി, Bയിൽ നിന്നും Cയിലെത്തി. ആഹാ, നല്ലൊരു പാട്ട്. Oയിൽ നിന്നും Aയിലെത്തി, Aയിൽ നിന്നും Bയിലെത്തി, Bയിൽ നിന്നും Cയിലെത്തി. അപ്പോൾ ഈ Bയിൽ നിന്നും Cയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? Bയിൽ നിന്നും Cയിലേക്ക് എത്തുന്നത് താഴേക്കാണ്. നമ്മളുടെ കാർ എന്താണ്? കയറ്റം ഇറങ്ങുകയാണ്. ഇറക്കം എപ്പോഴെങ്കിലും ഇങ്ങനെ മേലോട്ടേക്ക് പോവോ? ഇല്ല. അപ്പോൾ താഴേക്ക് ഇറങ്ങുന്ന ഇവൻ ആരാ? ആക്സിലറേഷൻ എപ്പോഴും കയറ്റം കയറുന്നവനാണ്. കയറ്റം കയറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളുടെ ഈ ഗ്രാഫിൻ്റെ കാര്യമാണേ പറയുന്നത്, അല്ലാതെ കാർ ശരിക്കും ഓടിപ്പോകുന്ന കാര്യമൊന്നുമല്ല. നമ്മളുടെ ഗ്രാഫ് എപ്പോൾ മുകളിലേക്ക് പോകുന്നു അവിടെയൊക്കെ ആക്സിലറേഷൻ. B to C താഴേക്ക് പോകുന്നത് എന്താണ്? അതെന്താ? റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണം. അപ്പോൾ പറഞ്ഞ കാര്യം വളരെ സിമ്പിളാണ്. മുകളിലേക്ക് വരെയുണ്ടെങ്കിൽ അവൻ ആക്സിലറേഷൻ ഉണ്ട്, നേരെയാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഇല്ല, യൂണിഫോം വെലോസിറ്റി ഉണ്ട്. താഴേക്കാണെങ്കിൽ എന്താ? അവിടെ റിട്ടാർഡേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നോക്കിയോ, വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മളിവിടെ വരച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് കാർ സ്റ്റാർട്ടഡ് ഫസ്റ്റ്? ഇവന്മാരിൽ ആരാണ്? നമുക്കിവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് നോക്കിയാൽ കണ്ടാൽ അറിയാൻ പറ്റും. ഇതാ ഇവിടെ ഇങ്ങനൊരു ഗ്രാഫ് ഉണ്ട്. അതാണ് കാർ B. ഇങ്ങനെയുണ്ട്. ഇത് കാർ A. അപ്പോൾ 2 കാറുകളുണ്ട്. 2 കാറുകൾ അവർക്ക് തോന്നിയിടത്തേക്ക് അത് പോകുന്നു. അപ്പോൾ നമുക്കത് കറസ്പോണ്ടിങ് ആയി നമ്മൾ വരച്ചിട്ടുള്ള ഗ്രാഫാണിത്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള കാര്യം ഇതാണ്. ഈ ഗ്രാഫിൽ വിച്ച് കാർ സ്റ്റാർട്ട് ഫസ്റ്റ്? 2 കാറുകൾ യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. ഇതിനകത്ത് ഏത് കാറാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. എങ്ങനെ ഇത് കണ്ടുപിടിക്കുക? ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാ, വിച്ച് കാർ സ്റ്റാർട്ട് ഫസ്റ്റ്? ഏതാദ്യം സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെ നോക്കുക? സംഭവം വളരെ സിമ്പിളാണ്. നോക്കിയോ, 0 സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഈ ഒരു യാത്ര തുടങ്ങുന്നത്. നമ്മളുടെ കയ്യിൽ 2 കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എക്സ് ആക്സിസിലാണ് നമ്മളുടെ ടൈം ഉള്ളത്, Y ആക്സിസിലാണ് നമ്മളുടെ വെലോസിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന എന്താ? വെലോസിറ്റി, ടൈം,
ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഗ്രാഫാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വിച്ച് കാർ സ്റ്റാർട്ട് ഫസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മളുടെ യാത്ര ഇവിടെ എന്താ 0-യിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് നോക്കിയോ, 5-ാമത്തെ സെക്കൻഡായി, 10-ാമത്തെ സെക്കൻഡായി, 15-ാമത്തെ സെക്കൻഡായി, ഇങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ കാർ എ എന്ന് പറയുന്നവൻ അത്രയും നേരം എന്ത് ചെയ്യായിരുന്നു? ആകാശത്തോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എന്ത് 15-ാമത്തെ സെക്കൻഡ് എത്തിയപ്പോൾ ആ മൂപ്പർക്ക് ബോധം വന്നത്, അയ്യോ എനിക്ക് പോണല്ലോ. അപ്പോൾ ഈ 15-ാമത്തെ സെക്കൻഡിലാണ് ഒരുത്തൻ യാത്ര തുടങ്ങിയത്. വേറെ ഒരുത്തൻ എന്ത് ചെയ്തിട്ടുണ്ട്? 0 സെക്കൻഡിലേ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഗ്രാഫ് നോക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും ഏത് സെക്കൻഡിലാണ് ആദ്യമായിട്ട് വണ്ടി തുടങ്ങിയിട്ടുണ്ടാവുക. 0-യിലല്ലേ? സോ ഈ 0-യിൽ തുടങ്ങിയിട്ടുള്ളവൻ ആരാണ്? കാർ ബി. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളോട് ഏത് കാറാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറച്ച് നോക്കണം നമ്മളുടെ ഗ്രാഫിലേക്ക് എന്താ തന്നിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ 0 സെക്കൻഡിൽ ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ട്, 15th സെക്കൻഡിൽ വേറെ ആൾ സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും കാർ എ എന്തായിരിക്കും? പിന്നെ അല്ലേ പോയിട്ടുണ്ടാവുക, അറിയില്ലേ? നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ? സിമ്പിളാണ്. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മച്ച് ടൈം ഡിഡ് ഈച്ച് കാർ ടേക്ക് ടു അറ്റൈൻ ദ സെയിം സ്പീഡ്. ഇവിടെ നോക്കിയോ, ഈ ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സെയിം സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം വെലോസിറ്റി തന്നെയാണ്. രണ്ടുപേരും ഒരേ വെലോസിറ്റി എത്ര സമയം കൊണ്ടെടുത്ത് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ സെയിം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ്. ആ പോയിന്റ് ഏതാണ്? ഇതാ ഞാനിപ്പോൾ ഈ ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിന്റാണ് എന്ത്? ആ ഒരു സെയിം വെലോസിറ്റി അല്ലെങ്കിൽ സെയിം സ്പീഡുള്ള ആ ഒരു പോയിന്റ്, ഇതാ ഈ പോയിന്റ്. ഇനി ഒന്നാമത്തെ ആൾ യാത്ര തുടങ്ങിയത് എവിടെ നിന്നാണ്? 0 സെക്കൻഡ് മുതലാണ്. അപ്പോൾ അവൻ ഇങ്ങനെ 5 സെക്കൻഡായി, 10 സെക്കൻഡായി, 15 സെക്കൻഡായി, 20 സെക്കൻഡായി. ഏകദേശം ഒരു 20-ന് മുകളിൽ വരുന്നുണ്ട്. നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു 20 എന്നെടുത്തു. 20 ഒരു 20.1 ഏകദേശം ഒരു 20.1ൻ്റെ അടുത്തൊക്കെ എത്തുന്നുണ്ട്. നമ്മൾ തൽക്കാലം ഒരു 20, അത്രയും അപ്രോക്സിമേറ്റ്ലി ഒന്നും വേണമെന്നില്ല, ഏകദേശമൊക്കെ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളുടെ 20 സെക്കൻഡിലാണ് ആര്? നമ്മളുടെ കാർ ബി ആ ഒരു വെലോസിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സ്പീഡിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി കാർ എയോ നോക്കിയോ, നമുക്ക് മനസ്സിലാവും കാറിൻ്റെ യാത്ര തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങി എവിടെ നിന്നാ? 15-ാമത്തെ സെക്കൻഡ് എന്നാണെന്ന് വെച്ചാൽ 0 സെക്കൻഡ് മുതൽ നമ്മളുടെ കാർ ബി ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ കാർ ആകാശത്ത് നോക്കിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് ബോധം വന്നത്, അയ്യോ എനിക്കും യാത്ര തുടങ്ങണമല്ലോ. അപ്പോൾ അവനും യാത്ര തുടങ്ങി. അങ്ങനെ ഇവൻ ഈ 15-ൽ നിന്നും നോക്കിയോ 20 എത്തിയപ്പോഴേക്ക് എന്തെത്തി? മറ്റവൻ്റെ അതേ സ്പീഡിലേക്ക് എത്തി. സോ ഈ എ എന്നുള്ള കാറ് 5 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള സെയിം സ്പീഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സെയിം സ്പീഡ് എന്ന് പറയുന്ന സാധനം എന്താ? ഏകദേശം ഒരു 30-31 എന്നുള്ള 30 എടുക്കുന്നു, 30 മീറ്റർ/സെക്കൻഡ് എന്നുള്ള ആ ഒരു സ്പീഡിലേക്ക് ബി എന്നുള്ള കാർ 20 സെക്കൻഡ് കൊണ്ടും എ എന്നുള്ള കാർ 5 സെക്കൻഡ് കൊണ്ടുമാണ് എത്തിയത്. ഇതെങ്ങനെയാണ് മനസ്സിലായേ? ഈ ഗ്രാഫിനകത്ത് നോക്കി, ഇതാ ഇത്രയും സമയം എടുത്തിട്ടാണ് അവൻ അവിടെ എത്തിയത്. പക്ഷേ നമ്മളുടെ എ എന്നുള്ള കാർ എന്താ ഇത്ര സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ തുടക്കം എവിടെയായിരുന്നു? നമ്മളീ പറയുന്ന സാധനം ഇവിടെയാണ്. അപ്പോൾ ഇത് ഏകദേശം എത്രയാണ്? 5 സെക്കൻഡാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടതാണ്. അതായത് 21 - 16 അല്ലെങ്കിൽ എന്താ 20 - 15 ഏകദേശം അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കാർ പൊസസ് മോർ ആക്സിലറേഷൻ. 2 ഗ്രാഫുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ആക്സിലറേഷൻ, ത്വരണം കൂടുതൽ ആർക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ നമുക്ക് ഗ്രാഫിനകത്ത് 2 ലൈൻസ് തന്നിട്ട് ആർക്കാണ് കൂടുതൽ ആക്സിലറേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കാണുക? സിമ്പിളാണ്. ഈ 2 ലൈനുകളിൽ ആർക്കാണോ ചെരിവ് കൂടുതൽ, ആർക്കാണോ സ്ലോപ്പ് കൂടുതൽ, അവൻ എന്തായിരിക്കും? അവന് ആക്സിലറേഷൻ കൂടുതലാണ്. നമുക്കറിയാം 2 ഗ്രാഫുകൾ ഇങ്ങനെ മുകളിലേക്കാണ് വരഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 പേർക്കും എന്താ തന്നെയാണ്? ആക്സിലറേഷനാണ്. ഇവിടെ റിട്ടാർഡേഷൻ ഒന്നും ഇല്ല. അപ്പോൾ നോക്കിയോ, ഈ ബി എന്നുള്ള കർവ് നോക്കിയോ, ഇങ്ങനെയാണ് എന്നുവെച്ചാൽ അവൻ്റെ കർവ് എന്താ? ഇങ്ങനെ. ഇനി അടുത്ത ആളത് നോക്കിയോ, ഇങ്ങനെയല്ലേ? ഒരാൾ ഇങ്ങനെ, മറ്റേ ആൾ ഇങ്ങനെ. അപ്പോൾ ഇതിനകത്ത് കാർ എക്കാണോ കാർ ബിക്കാണോ ചെരിവ് കൂടുതൽ? ചെരിവ് എന്നുള്ള സാധനം നിങ്ങൾ നോക്കണം.
ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ ഇതൊരു ചെരിവില്ല, നേരെയാണ്. കുറച്ച് ചെരിവ്, കുറച്ച് ചെരിവ്, കുറച്ച് ചെരിവ്, കുറച്ച് ചെരിവ്, കുറച്ച് ചെരിവ്, കുറച്ച് ചെരിവ്. ഇങ്ങനെ കുത്തനെ നിൽക്കുന്നവന് മാക്സിമം, അതായത് 90 ഡിഗ്രിയിൽ ഇങ്ങനെ നിൽക്കുന്നവന് മാക്സിമം എന്തുണ്ട്? ചെരിവുണ്ട്. ഇതാണ് നമ്മളുടെ മാക്സിമം ചെരിവ്. അപ്പോൾ ഇതിനകത്ത് ആർക്കാണ് മാക്സിമം ചെരിവുള്ളത്? സ്വാഭാവികമായിട്ടും കാർ എയ്ക്കായിരിക്കില്ലേ? ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മളൊരു സാധനത്തിൻ്റെ സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നേരെയാണെങ്കിൽ ചെരിവ് വളരെ കുറവ്, കുറച്ചുകൂടെ കൂടി വന്നു, കുറച്ചുകൂടെ കൂടി വന്നു, കുറച്ചുകൂടെ കൂടി വന്നു, കൂടി വന്നു, കൂടി വന്നു, ഇങ്ങനെ ആയപ്പോൾ മാക്സിമം എത്തി. സോ ഈ ഒരു തിയറി വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ? കാർ എ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഏത് കാറിനാണ് കൂടുതൽ ആക്സിലറേഷൻ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്, കാർ എക്കാണ് മാക്സിമം ആക്സിലറേഷൻ. വളരെ സിമ്പിളാണ്, അതും കഴിഞ്ഞു. ഇനി നോക്കിയോ, ക്വസ്റ്റ്യൻ ഇതാണ്. അറ്റ് 20th സെക്കൻഡ് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ എ ആൻഡ് കാർ ബി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ സെക്കൻഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20ാമത്തെ സെക്കൻഡൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയോ, 20ാമത്തെ സെക്കൻഡിൽ കാർ എക്കും കാർ ബിക്കും എന്താണ് വെലോസിറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നിന്ന് നേരെ നോക്കുക, ഇതെവിടെയാണ് കുത്തിയിട്ടുള്ളതെന്ന് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ 20 എന്നുള്ളതിൻ്റെ ഇതാണ്. ഇതെവിടെ പോയി കുത്തിയിട്ടുള്ളത്? ഏകദേശം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേർക്കും 20ാമത്തെ സെക്കൻഡിൽ എന്താ സെയിം ആയിട്ടുള്ള വെലോസിറ്റിയാണ്. അതെന്ന് പറയുന്നത് ഇപ്പുറം നോക്കിയാൽ നമ്മളുടെ y ആക്സിസിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അത് 31 31 മീറ്റർ പെർ സെക്കൻഡ്. ഏകദേശം 30 എഴുതിയാലും കറക്റ്റാണ്. ആ ഒരു പോയിന്റിൻ്റെ വ്യത്യാസമൊന്നും നമ്മൾ അത്ര കൺസിഡർ ചെയ്യില്ല. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ 30 എത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ 30 എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ ഇതാണ് 4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ നേരെ പോകുമ്പോൾ ആക്സിലറേഷൻ, നേരെയാണെങ്കിൽ ആക്സിലറേഷൻ ഇല്ല, യൂണിഫോം വെലോസിറ്റിയാണ്, താഴേക്കാണെങ്കിൽ റിട്ടാർഡേഷൻ ആണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക. എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ എന്തായിരിക്കും, ഗ്രാഫ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഒരു 90% ഗ്രാഫ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വാല്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ അറിയാമെങ്കിൽ കൃത്യമായി ഇപ്പോൾ 20ാമത്തെ സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി എത്ര എന്നുള്ളത് ഗ്രാഫ് വരയ്ക്കാവുന്ന ഒരുത്തിന് മാത്രമേ അത് 20ന് കറസ്പോണ്ടിങ് ആയി അത് 31 ഈ ഗ്രാഫിലുള്ളത് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതിനാണ് നമ്മൾ കൃത്യമായിട്ട് ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കുള്ളത് നമ്മൾ കുറേ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എക്സാമൊക്കെ എഴുതുക. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.